അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത്. 2 ദിവസമായിട്ട് എടുത്ത കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പം എൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. അപ്പോൾ ഉമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കുന്നുണ്ട്. ചപ്പാത്തിയാണ്. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നുണ്ട്. ഞങ്ങൾക്കൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടായിട്ട് മാഹിയിലേക്ക് വന്നതാണ്. അപ്പോൾ അതാ ചപ്പാത്തിയാണ്. അതിൻ്റെ കൂടെ കറിയായിട്ട് മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, തലേ ദിവസം കല്യാണമൊക്കെ ആയതുകൊണ്ട് പിറ്റേന്ന് എഴുന്നേൽക്കാൻ എല്ലാവരും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ചപ്പാത്തിയുടെ കൂടെ തലേ ദിവസം ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കഴിക്കുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഉമ്മ ചോറിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കല്യാണത്തിൻ്റെ പിറ്റേ ദിവസമാണ്. അപ്പോൾ അന്ന് സൽക്കാരം ഉണ്ടായിരുന്നു രാത്രി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കൊരു പുഡിങ് ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മ ചോറും ചക്കക്കുരു വെച്ചുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഉപ്പേരിയായിട്ട് ബീട്രൂട്ട് ഉപ്പേരിയാണ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇതാ ചോറൊക്കെ വെന്ത് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ചക്കക്കുരുവൊക്കെ വേവിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ അരച്ചതും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ചക്കക്കുരുയുടെ കറി റെഡിയായി. അപ്പോൾ അതാ അങ്ങനെ ലഞ്ച് പരിപാടിയൊക്കെ ഉമ്മ ചെയ്യുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഫിഷൊക്കെ ഉമ്മ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എല്ലാം ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ കട്ട് ചെയ്യാനൊക്കെ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഉപ്പ പുറത്തുനിന്ന് വന്നപ്പോൾ സോൻപാപ്പടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. മോനിക്ക് വലിയ ഇഷ്ടമാണ്. മോനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് അതൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പുഡിങ്ങിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മോനൊക്കെ അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബട്ടർ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 2:30 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത്. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടുന്നൊരു പുഡിങ്ങാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ട്, കണ്ടു നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ ഇത് എല്ലാവരും പെട്ടെന്ന് ബട്ടർ പുഡിംഗ് എന്ന് പറയുമ്പോൾ അവക്കാഡോ എന്ന് സംശയിക്കുക. അതല്ല, നമ്മുടെ നെയ്യ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ ബട്ടറൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ബട്ടർ പുഡിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ ചൂടാറിയതിന് ശേഷം മിക്സിയിലൊക്കെ അടിച്ച് ട്രേയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ലഞ്ച് കഴിക്കായിരുന്നു. ബാക്കി എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചോറും കറിയും ഉപ്പേരിയും മീൻ പൊരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. കൂടെ അച്ചാറും ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അന്നത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് കോഴിക്കോടേക്ക് വരുന്ന അന്നത്തെ വീഡിയോ ആണിത്. അപ്പോൾ രാവിലെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. കോഴിക്കോട് എത്തിയിട്ട് കഴിക്കാൻ വെച്ചു. അങ്ങനെ ഞങ്ങൾ സാധാരണ രാവിലെ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റിന് പോകാറുള്ളത് ദക്ഷിൺ ദ വെജിലേക്കാണ്. പക്ഷെ അവിടെ പോയ സമയത്ത് ക്ലോസ്ഡ് ആണ്. എന്താണെന്ന് അറിയില്ല, അവിടെ എന്തോ പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നത്. പിന്നെ സുപ്രഭാതം അവിടേക്കാണ് നമ്മൾ പോകാറുള്ളത്. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് സോപാനത്തിലേക്കാണ്. അവിടുത്തെ പൊടി ഇഡ്ഡലി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പൊടി ഇഡ്ഡലി കിട്ടാൻ നല്ല ടൈം എടുക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് ഞാനൊരു ഗീ പൊടി മസാല ദോശ ഓർഡർ ചെയ്തു. ഹസ്ബൻഡും മോനും സാധാ നോർമൽ നെയ് റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഹസ്ബൻഡ് സിസ്റ്റർ ഉണ്ടായിരുന്നു, അവർ പൊടി ഇഡ്ഡലി ഓർഡർ ചെയ്തു. അത് നല്ല ലേറ്റായിട്ടാണ് വന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ഓർഡർ ഉള്ളതുകൊണ്ട് അവർക്ക് ഒരുപാട് ടൈം കൊടുക്കുന്നുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടേസ്റ്റ് നോക്കി അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പോൾ രാവിലെ ബീച്ചിലെ കാഴ്ചയാണ്. നല്ല തിരക്കാണ്. സൺഡേ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ടായിരിക്കും നല്ല തിരക്കുണ്ട്. അത് കഴിഞ്ഞ് നേരെ സംഗീത് സിൽക്സിലേക്കാണ് പോയത്. ഒരു കുർത്ത നോക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ജസ്റ്റ് അവിടുന്ന് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ലഞ്ച് ഹസ്ബൻഡ് ബ്രദറിൻ്റെ വീട്ടിലായിരുന്നു. അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അങ്ങനെ ലഞ്ചിന് ചിക്കൻ മന്തിയായിരുന്നു. ആ വീഡിയോസൊക്കെ എടുക്കാൻ എന്നോട് മറന്നുപോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അതിൻ്റെ കൂടെ മാംഗോ ഒക്കെ കട്ട് ചെയ്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്.
അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്ന് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. അവരുടെ പഴയ വെഡ്ഡിങ് ആൽബം ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. ഒരുപാട് ആൾക്കാരെയൊക്കെ കാണാൻ പറ്റി ഫോട്ടോസിലൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഈവനിങ് ഒക്കെ ആയപ്പോൾ ചായ കുടിക്കാൻ ഇരുന്നിട്ടുണ്ട്. കുറേ ടൈം ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ വീഡിയോ എടുക്കാനായിട്ടൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് ഹസ്ബൻഡ് സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അനിയൻ്റെ. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഇതവിടെ മൊയ്റ്റോ ഉണ്ടാക്കുന്നുണ്ട് താത്ത. അപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. ലൈം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ലൈം ജ്യൂസ് ഉണ്ടാക്കുമല്ലോ, അതുണ്ടാക്കി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ ബാക്കി സ്പ്രൈറ്റോ 7up ഏതാണെന്ന് ചോദിക്കാം. പിന്നെ മിൻറ്റ് ലീവ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവിടെ കോഫി ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികൾക്കാണ് മൊയ്റ്റോ ഉണ്ടാക്കിയത്. ഞങ്ങൾ വന്ന ടൈമിലും കുടിച്ചിട്ടുണ്ടായിരുന്നു മൊയ്റ്റോ, പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതവിടെ കോഫി റെഡി ആവുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവർക്ക് ഐസ്ക്രീമും കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ന്യൂ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്